ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റീനസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഒരു ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന മെത്തേഡിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിന് മുന്നേ ചെയ്തത് ഫുള്ള് കട്ടിങ് കാര്യങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാണാത്തവരൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിന് ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ നമ്മൾ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഫ്രണ്ട് നെക്ക് എങ്ങനെയാണോ വരുന്നത് അതേപോലെ ഒരു ക്ലോത്തും ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യും കേട്ടോ. അത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതേ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ മാർക്കിങ് കൊടുക്കാം കേട്ടോ. അപ്പം ഇതേപോലെ നമ്മൾ മാർക്കിങ് കൊടുത്തിട്ട് ഇതിൽ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇത് നമ്മൾ ക്രോസ് പീസ് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ബിഗിനേഴ്സിന് അതിനെക്കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയൊക്കെ ചെയ്യാം, നമ്മളെ കയ്യിലുള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒരു നെക്കിൻ്റെ മെത്തേഡൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു 2 ഇഞ്ച് എക്സ്ട്രാ ഇതേപോലെ ടാപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളെ നെക്കിലേക്ക് അറ്റാച്ച് ചെയ്യാണ്. ഫ്രണ്ട് നെക്ക് നമ്മൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ബാക്ക് നെക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യാം. ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് 2 ഇഞ്ചിൽ ഇതേപോലെ നമ്മൾ മെഷർ ചെയ്തിട്ട് വരച്ചിട്ടുണ്ട്. അത് ഇതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫസ്റ്റ് ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റഫായിട്ട് നമുക്ക് വീട്ടിലിടാനുള്ള ചുരിദാറൊക്കെ ആണെങ്കിൽ 2 ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ക്രോസ് പീസ് വെച്ച് ചെയ്താലും ഭംഗി കുറവൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. ഭംഗിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഒന്നും കൂടി ഇതാവാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ ക്യാൻവാസൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു ടൈപ്പ് തന്നെയാണ് ഈ ഒരു ടൈപ്പും. ഇത് ഇതേപോലെ നമ്മൾ ആ ഒരു നെക്കിൻ്റെ അതേ പാറ്റേണിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. സ്റ്റിച്ചിങ് വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കിലേക്ക് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്രോസ് പീസിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ഇതിന് മുന്നേയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ലിങ്ക് ഷെയർ ആക്കാം കേട്ടോ. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഇതേപോലെ ക്രോസ് ആയിട്ട് നമ്മൾ വരച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് ക്രോസ് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ എന്നാലേ നമുക്ക് ആ ഒരു നമ്മൾ വലിഞ്ഞ് കിട്ടുകയുള്ളൂ. മറ്റേതാകുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കുമല്ലോ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത്. ഇതേപോലെ വേണം ക്രോസ് ആയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ക്രോസ് ആയിട്ട് ഞാനൊരു 2 ഇഞ്ചിലാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. എനിക്കിപ്പോൾ ഒരു പീസ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പീസ് മതി, ബാക്കിലേക്ക് മാത്രമല്ല. അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചാൽ അത് മാത്രമേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത സ്ഥാനത്ത് നമുക്ക് ക്രോസ് പീസൊക്കെ ഒരുപാട് ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലെങ്ത്ത് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇത് 2-3 പീസൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ സിംഗിൾ മതി എന്നുണ്ടെങ്കിൽ സിംഗിളായിട്ട് അങ്ങനെ ചെയ്യും. ചെറിയ പീസാണ് നമുക്ക് ക്രോസ് പീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 കൂടി തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ വലുതാക്കിയിട്ട് നെക്കിന് നമ്മൾ വെക്കും കേട്ടോ. അങ്ങനെയുണ്ട്. അപ്പം നമ്മളിതൊന്ന് ക്രോസ് പീസും കട്ട് ചെയ്തെടുത്തിട്ടോ. അപ്പോൾ ഈ ഒരു വലിയ പീസ് തന്നെ മതി ബാക്കിലെ നെക്കിലേക്ക് നമുക്ക് ക്രോസ് പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എൻഡിൽ ഇതേപോലെ കോണായിട്ട് വരും. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കോണായിട്ടാണോ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തതെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആ 2 സൈഡും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ക്രോസ് ആയിട്ടുള്ളത് കണ്ടില്ല, ഇതേപോലെ നമുക്ക് വലിയും കേട്ടോ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് ഇത് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക് നെക്കിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമുക്ക് സ്റ്റിച്ചിങ് പരിപാടിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് നെക്കിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നെക്കില്ലേ അതിൻ്റെ സൈഡ് അതിൻ്റെ എൻഡിൽ ഇതേപോലെ ഒന്ന് നമുക്ക് മടക്കി അടിച്ചെടുക്കാം കേട്ടോ. 2ആയിട്ടൊന്നും ഫോൾഡ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്നായിട്ട് നമുക്ക് അകത്തേക്ക് വരാനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഫ്രണ്ട് നെക്കിലേക്ക് ഇത് ജോയിൻ ചെയ്തെടുക്കാനാണുള്ളത്. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗമല്ല കേട്ടോ നമ്മൾ ഫ്രണ്ടിലേക്ക് ജോയിൻ ചെയ്ത് വരൽ, മറ്റേ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗമാണ് ജോയിൻ ചെയ്യൽ. ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം നമ്മൾ ഉള്ളിലേക്ക് മറയുമ്പോൾ പോകാനുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശമില്ലേ ആ നല്ല വശവും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു നെക്കിൻ്റെ പാറ്റേൺ ഇല്ലേ അതിൻ്റെ നല്ല വശം ചേർത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. അതായത് പുറത്തേക്ക് വരുന്ന ആ നെക്കിൻ്റെ പുറത്തേക്ക് വരുന്നത് ചീത്ത ഭാഗമാണ് കാണാം, നല്ല ഭാഗമാണ് നമ്മൾ ഒപ്പരം വെച്ച് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു 1/4 ഇഞ്ച്
അപ്പോൾ ഇങ്ങനെ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 4 ഇഞ്ച് വിടണമെന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ ചെറിയ കട്ടിങ് നമുക്ക് കൊടുക്കണം കേട്ടോ, എന്നാലും നല്ല വൃത്തിക്ക് നമുക്ക് മറിഞ്ഞ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടായിരുന്നു 4 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ സ്റ്റിച്ചിങ് ചെയ്തതിന് ശേഷം ഇതേപോലെ ചെറിയൊരു കട്ടിങ് കൊടുക്കുക. കട്ടിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ സ്റ്റിച്ചിങ്ങിലേക്ക് പോകരുത്. അപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ പിന്നെ പണിയാവും. അപ്പോൾ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാതെ തന്നെ ചെറിയ കട്ടിങ് കാര്യങ്ങൾ വിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ നമ്മൾ അകത്തേക്ക് മറിച്ച് വെച്ചിട്ട് നല്ല നീറ്റായിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അയൺ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി പെർഫെക്ഷൻ കാര്യങ്ങളൊക്കെ ആവും. ഇതേപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ ചെയ്താലും നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ എൻഡിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം. അതേപോലെ തന്നെ താഴത്തേക്ക് വരുന്ന ഭാഗമല്ലേ അവിടെയും നമുക്കൊന്ന് സ്റ്റിച്ചിങ് കൊടുക്കുക. വേണ്ടാന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ അവിടെ അങ്ങനെ വീണ്ടും ഒരു സ്റ്റിച്ചിങ് വരുന്നത് ബോറായിട്ട് തോന്നുകയാണെങ്കിൽ അവിടെ സ്റ്റിച്ചിങ് നമുക്ക് ഒഴിവാക്കാം. അല്ലെങ്കിൽ നമുക്ക് അകത്തൊരു കംഫർട്ടല്ലാത്ത രീതിയിൽ അതിനെക്കൊണ്ട് അവിടെയും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ ബാക്കി വരുന്നൊരു പോർഷൻ ഉണ്ടാവില്ല നമ്മുടെ നെക്കിൻ്റെ അകത്തേക്ക് വരുന്ന ഭാഗം. അവിടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അതിങ്ങനെ കൊണ്ടുചേർക്കാൻ താന്നെടുക്കാൻ ഒരു കംഫർട്ടില്ലായ്മയൊക്കെ തോന്നുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി അവിടെ നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഭംഗി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ഭാഗമില്ലേ നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് കൊടുത്തതിൻ്റെ അകത്തേക്ക് ഇതേപോലെ നമ്മൾ നന്നായിട്ട് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ അകത്ത് വരുന്ന ഈ ഒരു ഭാഗമില്ലേ അത് നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ചിങ് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ക്ലോത്ത് വരുന്നത് പൊട്ടിച്ചേരാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്റ്റിച്ചിങ് കൊടുക്കാം. അപ്പോൾ അത് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഇതേപോലെ അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് അതിനനുസരിച്ച് അതിൽ നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് നമുക്കൊന്ന് അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ ക്രോസ് പീസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ നെക്ക് ഡിസൈൻ ചെയ്യണമെന്നൊന്ന് നോക്കേ. അപ്പോൾ ഇതാ നമ്മുടെ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 2 സൈഡിലും നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. അകത്തുള്ളതും ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ പുറത്ത് നമ്മൾ എൻഡിലൂടെ നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബാക്ക് പാർട്ടിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ നോക്കാം. ഇതേപോലെ ക്രോസ് പീസ് 2ആയിട്ട് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗമാണ് നമ്മൾ ഈ നെക്കിൻ്റെ എൻഡിലേക്ക് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് 4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ റൗണ്ടിൽ നമ്മളിങ്ങനെ സ്റ്റിച്ചിങ് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 4 ഇഞ്ച് വിട്ടിട്ട് വേണം ഇതും നമുക്ക് അതേപോലെ തന്നെ കട്ട് ഇട്ടിട്ട് വേണം നമ്മൾ മറിക്കാൻ വേണ്ടിയിട്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ 4 ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്കിത് രണ്ടും ഒപ്പരം വരുന്നുണ്ടോ എന്ന് നോക്കണേ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 2ആയിട്ട് ഫോൾഡ് ചെയ്തല്ലേ, ആ ഫോൾഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവരുത്, നല്ല കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് അത് നന്നായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു നെക്ക് ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ചിങ് കൊടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു 4 ഇഞ്ച് നമ്മൾ വിട്ടെന്ന് പറഞ്ഞില്ല, അവിടെ നമുക്ക് ചെറിയ കട്ടിങ് കൊടുക്കുക. കട്ടിങ് കൊടുത്തതിന് ശേഷം അകത്തേക്ക് മറിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇതും അതേപോലെ തന്നെ നമ്മൾ ആ എൻഡിലൂടെ നമുക്ക് അടിക്കുക, അല്ലെങ്കിൽ എൻഡ് സ്കിപ്പ് ചെയ്തിട്ട്, ഇത് ചെറിയ ക്രോസ് പീസ് ആകുമ്പോൾ അധികം വീതിയില്ലല്ലോ, എൻഡ് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പുറത്തേക്ക് വരുന്ന ആ ഭാഗമില്ലേ അത് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇവിടെ ഞാൻ എൻഡ് സ്കിപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്ന ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ടിങ് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു കട്ടിങ് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മറിഞ്ഞ് കിട്ടും കേട്ടോ, അല്ലെങ്കിൽ നെക്കൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ കട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് അകത്തേക്ക് മറിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എൻഡിൽ വേണമെങ്കിൽ എൻഡിൽ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ ബാക്കി പോർഷൻ അവിടെ എടുക്കും. അപ്പോൾ ഞാൻ എൻഡ് ഒഴിവാക്കിയിട്ട് ബാക്കി പോർഷനാണ് നമ്മളങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. എൻ്റെ നമ്മൾ അയൺ ചെയ്താൽ തന്നെ പെർഫെക്റ്റായിട്ട് കിട്ടും. ക്രോസ് പീസ് ആയതിനെ കൊണ്ട് തന്നെ വലിയ വീതിയൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഒരു ചെറിയൊരു വീതിക്ക് അനുസരിച്ചിട്ടാണ് ഞാനങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കേട്ടോ. അങ്ങനെ ആ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ
ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷോൾഡറൊക്കെ സിമ്പിളായിട്ട് ജോയിൻ ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ നമ്മളിതിൽ കാണിക്കുന്നത്. ഏറ്റവും ബിഗിനേഴ്സിനായിട്ടുള്ള രീതിയിൽ അതിനെക്കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് നമ്മൾ ലൈനിങ് വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നതൊക്കെ ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ ക്രോസ് പീസ് വെച്ച് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യാതെ ഈ 2 ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന മെത്തേഡൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും അല്ലാത്ത സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ഇത് രണ്ടും ഒരേപോലെ വെച്ച് കൊടുക്കുന്നത്. നമ്മളൊരു 2 ഡബിൾ സ്റ്റിച്ച് വെച്ചുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. 2 ഭാഗത്തും നമ്മൾ ഷോൾഡർ അങ്ങനെ ജോയിൻ ചെയ്തെടുക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് പിന്നെ സ്ലീവ് ജോയിൻ ചെയ്യാം. അപ്പോൾ 2 സൈഡിലും ഇതേപോലെ തന്നെ 2 പ്രാവശ്യം നമുക്കൊന്ന് ഷോൾഡർ ഇതേപോലെ ഒന്ന് സ്റ്റിച്ചിങ് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഷോൾഡറും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ സ്ലീവ് വെക്കാനാണ്. സ്ലീവ് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 സൈഡിലും നമ്മൾ ഇതേപോലെ സ്റ്റിച്ചിങ് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ഭാഗത്തും എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം 2 ഭാഗത്തുള്ള ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി ഇതിൻ്റെ ഫ്രണ്ട് നല്ല വശത്തേക്ക് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുക. നല്ല വശത്തേക്ക് നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശം ചേർത്തിട്ട്, അതായത് സെൻറ്ററിൽ നമ്മൾ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടില്ലേ, ആ സെൻറ്ററിൽ ആ കട്ടിങ്ങിൻ്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് നല്ല വശം ചേർത്തും നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങുന്നതിനെ കൊണ്ട് തന്നെ സെൻറ്ററിൽ നിന്ന് അടിച്ച് തുടങ്ങിയിട്ട് എൻഡിൽ നമ്മൾ നീഡിൽ നിർത്തിയിട്ട് വീണ്ടും റൗണ്ട് ചെയ്തിട്ട് താഴത്തേക്ക് പോകുന്ന മെത്തേഡാണ് കേട്ടോ. 2 പ്രാവശ്യമായിട്ട് നമ്മൾ സ്ലീവ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ സ്ലീവും അതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ 2 സൈഡിൽ നമ്മൾ സ്ലീവ് അങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ സ്ലീവിൻ്റെ എൻഡിൽ നമുക്ക് മടക്കി അടിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മടക്കി അടിക്കുക. അതിന് ശേഷം ഇതിലിപ്പോൾ മടക്കി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു എൻഡാവുന്ന ടൈപ്പിലുള്ള ഒരു തുണിയില്ലേ, അങ്ങനെ അതിനെക്കൊണ്ട് തന്നെ ഞാനത് മടക്കി അടിക്കുന്നില്ല. ജസ്റ്റ് അതങ്ങനെ തന്നെ ഫ്രീ ആക്കി വിടാണ് കേട്ടോ. നിങ്ങൾക്ക് ബാക്കി നമ്മുടെ സ്ലീവിൻ്റെ ബാക്കിയൊക്കെ സ്ലീവിൻ്റെ എൻഡിൽ മടക്കി അടിക്കാണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മടക്കി അടിക്കട്ടെ. അപ്പോൾ നമ്മൾ സ്ലീവ് ഇതേപോലെ തന്നെ 2ാമത്തെ പ്രാവശ്യം ഇതേപോലെ തന്നെ അവിടെ എത്തിയതിന് സെൻറ്ററിലെത്തിയിട്ട് വീണ്ടും താഴത്തേക്ക് വരാം. താഴത്തുനിന്ന് വീണ്ടും ആ സെൻറ്ററിലേക്ക് ഒന്നും കൂടി ഇതാക്കിയിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ സെൻറ്ററിലേക്ക് വീണ്ടും വന്ന് ലോക്ക് ചെയ്ത് കൊടുക്കേ. അപ്പോൾ ലോക്ക് ചെയ്ത് നമ്മുടെ സ്ലീവും നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റേ സ്ലീവും നമ്മൾ ജോയിൻ ചെയ്തെടുക്കാം. കണ്ടില്ല, നമ്മുടെ സ്ലീവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ സ്ലീവിൻ്റെ എൻഡിൽ മടക്കി അടിക്കാണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഈ സ്ലീവിൻ്റെ എന്ന് പറയുമ്പോൾ കണ്ടില്ല, ഈ ഒരു ടൈപ്പാണ് വന്നത്. അപ്പോൾ അത് മടക്കി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് മടക്കി അടിച്ചിട്ടില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ മടക്കി അടിക്കുകയാണെങ്കിൽ അങ്ങനെ മടക്കി അടിക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വരുന്നതിനെ കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോയിട്ടില്ല. അപ്പം നമ്മൾ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ അതിൻ്റെ ചീത്ത വശത്തേക്ക് മറിച്ചിട്ടിട്ട് നമ്മൾ അളവ് ചുരിദാർ അല്ലെങ്കിൽ നമ്മൾ മെഷർമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എത്രയാണോ നമുക്ക് അളവ് എന്നുള്ള ലെവലിൽ അതും ചെയ്തെടുക്കാം. ഇതേപോലെ നിവർത്തിയിട്ടിട്ട് നമ്മൾ അളവ് ചുരിദാർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്തിട്ടാണ് ഇനി ബാക്കി നമ്മൾ ഷേപ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു അളവ് ചുരിദാർ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ മാർക്കിങ് കൊടുക്കുകയാണ്. ഇനി അഥവാ ഒന്നുകൂടി ഞാൻ ഇതിന് മുന്നേ ഒരു ഷേപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കാണാം. അത് ഇതേപോലെ നമ്മൾ അളവ് ചുരിദാർ കറക്റ്റായിട്ട് മെഷർ ചെയ്യുക. ആ മെഷർമെൻറ്റ് നമ്മൾ ചുരിദാറിലേക്ക് അങ്ങനെയും കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ നമ്മൾ അളവ് ചുരിദാർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈഡ് ഓപ്പൺ എവിടെ വരുന്നത് അവിടെ ഇതേപോലെ ക്രോസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് നമ്മൾ നീഡിൽ നിർത്തണം കേട്ടോ. അപ്പോൾ 2 സൈഡിലും അതും നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഷേപ്പ് ചെയ്ത ഭാഗം അതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളൂ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ക്രോസ് ചെയ്ത് കൊടുത്ത് നമ്മൾ നീഡിൽ നിർത്താം. നീഡിൽ നിർത്തിയിട്ട് 2ാമതും സ്റ്റിച്ച് ചെയ്തിട്ട് വേണം നിർത്താൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ പിന്നെ സൈഡ് ഓപ്പണിൻ്റെ ഒരു പോർഷൻ വരുന്നത്. അതും നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് ക്ലോത്ത് കുറച്ച് ഒരുപാട് ബാക്കി വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ സൈഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അതും കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു എങ്ങനെയാണോ മാർക്ക് ചെയ്തത് അതിനനുസരിച്ചൊരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു 2-2.5 ഇഞ്ചൊക്കെ നമ്മളൊന്ന് വിട്ടിട്ട് വേണം നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ക്രോസ് എത്തുന്ന സമയത്ത് നമ്മൾ നീഡിൽ നിർത്താം. വീണ്ടും താഴേന്ന് മുകളിലേക്ക് വീണ്ടും ഒന്നും കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇതേപോലെ നമ്മളൊന്നും കൂടി സ്ലീവ് വരെ നമ്മളൊരു സ്റ്റിച്ചിങ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് പോകാനുള്ള പോർഷനൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ സൈഡ് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും കേട്ടോ വൃത്തി. അല്ലെങ്കിൽ ഒരുപാട് വേസ്റ്റ് ആയി തോന്നും, അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുക, ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ, ഒരു ഷേപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എത്രയാണോ സൈഡ് ഓപ്പണിൻ്റെ ഭാഗം വേണ്ടത് അതിനനുസരിച്ച് മെഷർ ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള പോർഷന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് 1.5 ഇഞ്ച് 1 ഇഞ്ചൊക്കെ തന്നെ ധാരാളം, അല്ലെങ്കിൽ ഒരുപാട് വീതിയൊക്കെ ആയിട്ട് സൈഡ് ഓപ്പൺ പോകും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു 1.5 ഇഞ്ചിലാണ് നമ്മൾ ആ ഒരു നീഡിൽ നിർത്തി അവിടെ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് നമുക്ക് വരച്ച് കൊടുക്കാം. ബാക്കിയുള്ള പോർഷനൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിൽ ഞാൻ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷനൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കാം. അതല്ലേ ബാക്കി ഇതേപോലെ വരുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കാണ്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഇഞ്ചൊക്കെ നമ്മൾ എക്സ്ട്രാ അവിടെ വിടണം കേട്ടോ. ഇനി അഥവാ ഷേപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി പിന്നെ തടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മെലിയാണെന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു 1.5 ഇഞ്ച് നമുക്കവിടെ 1 ഇഞ്ചൊക്കെ നമുക്ക് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പെർഫെക്റ്റായിട്ട് കട്ടിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇതേപോലെയാണ് ഇനി നമുക്ക് വരാം. ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മളിനി സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഈ സൈഡ് ഓപ്പൺ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ നീഡിൽ കുത്തിയ ആ ഭാഗമല്ലേ അവിടെ പെർഫെക്റ്റ് ആയിട്ടൊരു കോൺ പോലെ തന്നെ വരണം കേട്ടോ. ടൈറ്റായിട്ട് നമ്മൾ മടക്കുന്ന സമയത്ത് അവിടെ പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ലെവലിൽ വേണം നമ്മൾ വെച്ചിട്ട് വേണം മടക്കിയിട്ട് വേണം നമ്മൾ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് താഴേന്ന് ഇതാ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വരണം, അവിടെ ലൂസായി പോകരുത്, അവിടെ അതേപോലെ കറക്റ്റായിട്ട് വരുന്നത് നോക്കിയിട്ട് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡ് ഓപ്പൺ എൻഡിൽ നിന്ന് അങ്ങനെ തുടങ്ങാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ ഫോൾഡിങ് ആയിട്ട് ഈ അറ്റത്തുനിന്ന് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ചിങ് തുടങ്ങിയിട്ട് നമ്മുടെ ആ ഒരു നീഡിൽ കുത്തിയ ഭാഗത്തെത്തുമ്പോൾ നീഡിൽ നിർത്താം. ഇവിടെ നീഡിൽ നിർത്തിയിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്തൊരു ബോക്സ് ബോയിലാണല്ലോ നമ്മുടെ ആ സൈഡ് ഓപ്പൺ വരുന്ന ഭാഗം. അപ്പോൾ അവിടെ നീഡിൽ നിർത്തിയിട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ നീഡിൽ കുത്തിയ ഭാഗത്തു നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒരു വര നമുക്ക് കൊടുക്കാം കേട്ടോ. അങ്ങനെ വരച്ചതിന് ശേഷം വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് നമ്മുടെ സൈഡ് ഓപ്പണും സ്റ്റിച്ച് ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ സൈഡ് ഓപ്പണും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിലൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. ഏറ്റവും ബിഗിനേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. ഇനി നമുക്കുള്ളത് ഇതിൻ്റെ താഴെ ഭാഗം നമ്മുടെ സൈഡ് ഓപ്പണൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി താഴെ ഭാഗത്തൊന്നും മടക്കി അടിക്കാനും കൂടിയുള്ളൂ കേട്ടോ. നമ്മളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവ്, നെക്ക്, സൈഡ് ഓപ്പൺ കാര്യങ്ങളൊക്കെ നമ്മൾ പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബിഗിനേഴ്സിനായിട്ടുള്ളവർക്ക് പോലും നമുക്കൊരു ടോപ്പ് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ സ്ലീവ് ചെയ്യുന്നതും ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി വേണ്ടിയ വീഡിയോസ് ഇനി എങ്ങനത്താണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ലൈക്കോ അല്ലെങ്കിൽ കമൻ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇഷ്ടപ്പെട്ടെന്നോ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് ജസ്റ്റ് ഒരു കമൻ്റായിട്ട് ലൈക്കായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നെക്ക് കണ്ടില്ലേ ഇതേപോലെയാണ് വന്നിട്ടുള്ള സ്ലീവ് കാര്യങ്ങൾ സൈഡ് ഓപ്പൺ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 14 ഇഞ്ചിലുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അടുത്തൊരു മെഷർമെൻറ്റും കാര്യങ്ങളും നമ്മളിപ്പോൾ അളവ് ചുരിദാർ വെച്ചിട്ടല്ലേ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് മെഷർമെൻറ്റ് ചെയ്തിട്ട് ഒരു 14 ഇഞ്ച് 36 ഇഞ്ചിലൊക്കെ ഉള്ള മെഷർമെൻറ്റും കാര്യങ്ങളും വെച്ചിട്ട് നമുക്കൊരു ടോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇതേപോലെ തന്നെ തൊട്ടടുത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് വീഡിയോസ് സ്റ്റിച്ചിങ് ബേസ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും അതൊക്കെ ഒന്ന് പോയി വാച്ച് ചെയ്യാം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏതിൻ്റെങ്കിലും ലിങ്ക് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ലിങ്കും ഷെയർ ആക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.